പയ്യന്നൂരിലെ ഇന്നലത്തെ സംഘർഷത്തിൽ സിപിഎം കോൺഗ്രസ് ബിജെപി പ്രവർത്തകർക്കെതിരെ കേസ്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രകടനത്തിന് പിന്നാലെയായിരുന്നു സംഘർഷം. സിപിഎമ്മിന്റെ ഗുണ്ടായിസമാണ് പയ്യന്നൂരിൽ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ധനരാജ് വധക്കേസിൽ ടി.ഐ. മധുസൂദനെതിരെ ആരോപണവുമായി ബിജെപിയും രംഗത്തെത്തി. വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ ടി.ഐ. മധുസൂദന്റെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് ബി.ജെ.പി പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് പയ്യന്നൂരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. എം.എൽ.എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയതിലാണ് ഒരു കേസ്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷും ഡിവൈഎഫ്ഐ നേതാവ് സരിൻ ശശിയുമടക്കം 40-ലധികം പ്രവർത്തകർക്കെതിരെയാണ് കേസ്. നിയന്ത്രണം ലംഘിച്ച് മാർച്ച് നടത്തിയതിനാണ് കോൺഗ്രസ് ബി.ജെ.പി പ്രവർത്തകർക്കെതിരെയുള്ള കേസ്. പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായാണ് CPM-കാർ ആക്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇത് CPM-ന്റെ അവസാനത്തിന്റെ ആരംഭമാണെന്നും സതീശൻ പറഞ്ഞു. CPM ഇത് തന്നെയാണ് CPM-ന്റെ സ്വതസിദ്ധമായ സ്വഭാവം. ഈ ഗുണ്ടായുസവും ഈ വൃത്തികേടും അവസാനിക്കാനുള്ള സമയമായി അവസാനത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. ധനരാജ് കൊല്ലപ്പെട്ടത് ടി.ഐ. മധുസൂദനുമായി തെറ്റിയതിനു ശേഷമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ ആരോപിച്ചു. പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് RSS പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നില്ലെന്നും വിനോദ് പറഞ്ഞു. ധനരാജും മധുസൂദനും തമ്മിൽ പാർട്ടിയുടെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പലതവണ വാക്കേറ്റം ഉണ്ടായതായി നാം കേൾക്കുന്നു. കയ്യാങ്കളി ഉണ്ടായി നാം കേൾക്കുന്നു. എഗ്രിമെന്റിലെ അല്ലെങ്കിൽ ഏത് കരാർ ലംഘിക്കപ്പെട്ടപ്പോഴാണ് ഇവർ തമ്മിൽ പരസ്പരം ശത്രുക്കളായി മാറിയത്? മധുസൂദന്റെ രാജി ആവശ്യപ്പെട്ട് അടുത്ത ബുധനാഴ്ച MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും BJP പ്രഖ്യാപിച്ചു. മീഡിയ 1 കണ്ണൂർ.